ഗൈസ്, അപ്പോ നാട്ടിൽ നിന്ന് നമുക്കൊരു വലിയ പാർസൽ വന്നിട്ടുണ്ട്. സോ ഗൈസ്, നമ്മളിത് പെട്ടി പൊട്ടിക്കാൻ പോകുന്ന ചടങ്ങിലേക്ക് പോവുകയാണ്. അതായത് നമ്മുടെ കേരളത്തിൽ നിന്നും, അതായത് ട്രിവാൻഡ്രത്തിൽ നിന്നും UK അയച്ച പെട്ടിയാണ് ഞങ്ങളിത് പൊട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഇത് എത്ര കിലോ വരുന്ന 25 കിലോയുടെ പെട്ടിയാണ് കേട്ടോ. സോ നമ്മൾ 3 പേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പെട്ടി പൊട്ടിക്കാൻ പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഈ ഒരു പാഴ്സൽ നമുക്കിവിടെ ട്രിവാൻഡ്രത്തിൽ നിന്നും UK അയച്ചിരിക്കുന്നത് മലബാർ വേൾഡ് വൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോജിസ്റ്റിക്സ് ആണ്. സോ നമുക്ക് നോക്കാം. ഇപ്പം ഏറെക്കുറെ കഴിഞ്ഞ ഡിസംബർ മാസം 13-ാം തീയതിയാണ് നമുക്ക് നാട്ടിൽ നിന്ന് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ പാഴ്സൽ നമുക്ക് അയക്കാൻ വേണ്ടി കൊടുത്തത്. പക്ഷേ ഇന്ന് ജനുവരി 5-ാം തീയതിയാണ് ഈ ഒരു പാഴ്സൽ കിട്ടിയത്. അപ്പോൾ ഓൾമോസ്റ്റ് ഏറെക്കുറെ 23 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എങ്ങനെയുണ്ടെന്ന് ഐറ്റംസ് ഒക്കെ. കാരണം ഇത്രയും ഒരുപാട് ഡിലേ ആയിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. അങ്ങ് വലിച്ച് പൊട്ടിക്ക്. പാക്കിംഗ് ഒക്കെ അടിപൊളിയാ. അപ്പോ കൊറേ സാധനങ്ങളുണ്ട് ഗൈസ്. ചിപ്സ്. അതിന് അച്ചാറാണോ? ആണോ? അപ്പൊ അച്ചാറായിരിക്കും ഇവിടെ. അത് പൊട്ടിക്കാം നമുക്ക്. ഇതെന്തുവാ? ഇത്രയും ദിവസം കഴിഞ്ഞില്ലേ മറ്റേ തേൻകോയിലും അങ്ങനത്തെ. പിന്നെ കടലയുണ്ട്. ഇതെന്തുവാ? ഉണ്ട്. കൊറേ ഉണ്ട്. ചക്ക വറ്റല് എല്ലാം ഉണ്ട്. 7-ാം മാസം എന്തൊക്കെയാ കൊണ്ടുവന്നേക്കുന്നത്. കൊറേ ഉണ്ട്. അയ്യോ, ഹോർലിക്സോ? പിന്നെ നമ്മുടെ എള്ളുമുട്ടായി ഉണ്ട്. എന്നെ കാണിക്കടി, എന്നെ ഹൽവ. എന്റെ പൊന്ന് ഗൈസ്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ ഇതെന്തുവാ? നമ്മുടെ പക്കാവട ഐറ്റംസ് ഉണ്ട്. ഇതെന്തുവാ? ഉണ്ണിയപ്പം ഉണ്ട് ഗൈസ്. ഉണ്ണിയപ്പം എനിക്ക്. ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇതെന്തുവാ? അച്ചാറോ? അച്ചാറായിരിക്കും. മറ്റേ മീൻ അച്ചാറാണ്. വീണ്ടും ചിപ്സുകൾ. അതിനു പുറമെ നമ്മുടെ എന്തൊക്കെ ഐറ്റംസ് എല്ലാം. പക്ഷെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം കേട്ടോ. എല്ലാം നമുക്ക് എല്ലാം കഴിക്കാം. പിന്നെ വീണ്ടും കുറച്ച് ഐറ്റംസ് ഉണ്ട്. പാഴ്സൽ അയച്ചതിന്റെ എല്ലാ ക്രെഡിറ്റ്സും പോകുന്നത് കെസിയുടെ അച്ഛന് മാത്രമാണ്.